തിരുവിതാംകൂറിലെ പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ദക്ഷിണദ്വാരക എന്ന കീർത്തികേട്ട അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ഐതിഹ്യങ്ങളുടെ കലവറയായ ഈ മഹാക്ഷേത്രം വൈരുദ്ധ്യമാർന്ന ആചാര അനുഷ്ഠാനങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാണ്. കൊല്ലവർഷം 1616 ചെമ്പകശ്ശേരി ദേവനാരായണ രാജാക്കന്മാരുടെ കാലത്ത് സ്ഥാപിതമായ ഈ മഹാക്ഷേത്രം ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിലാണ്. കലയെയും സാഹിത്യത്തെയും പ്രോത്സാഹിപ്പിച്ചിരുന്ന ചെമ്പകശ്ശേരി രാജാക്കന്മാരുടെ കാലത്ത് സാംസ്കാരിക തലസ്ഥാനമായിരുന്നു ചെമ്പകശ്ശേരി. കുഞ്ചൻ്റെയും തുഞ്ചൻ്റെയും മേൽപ്പത്തൂരിൻ്റെയും പാദസ്പർശം കൊണ്ട് പവിത്രമായി തീർന്ന ഇവിടുത്തെ മണൽത്തരികൾക്ക് പോലും പറയാനുണ്ടാവും 1000 കഥകൾ. പൂരാടം പിറന്ന ദേവനാരായണ രാജാവ് ദേവന്റെ ചൈതന്യവർദ്ധനവിനായി ക്ഷേത്രത്തിൽ ആരംഭിച്ച 12 കളഭം എല്ലാ വർഷവും മകരം 1 മുതൽ 12 വരെ ക്ഷേത്രത്തിൽ നടന്നുവരുന്നു. മീനമാസത്തിലെ തിരുവോണം, ആറാട്ട് എന്ന കണക്കിൽ 10 ദിവസത്തെ തിരുവുത്സവം ആബാലവൃദ്ധം ജനങ്ങളെയും ആകർഷിക്കുന്നതാണ്. 12 കളഭം കഴിഞ്ഞാൽ 15 ദിവസങ്ങളിലായി അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ നടക്കുന്ന അപൂർവമായ ചടങ്ങാണ് പള്ളിപ്പാന. പാന എന്നാൽ പാട്ട് എന്നാണ് അർത്ഥം. തിരുസന്നിധിയിൽ പാടുന്ന പാട്ടാണ് പള്ളിപ്പാന. പണ്ട് ദുർവാസാവു മഹർഷിയുടെ ശാപത്താൽ ദേവന്മാർക്ക് ജരാനര ബാധിക്കുകയും പാലാഴി മഥനത്തിലൂടെ ലഭിച്ച അമൃത് അസുരന്മാർ തട്ടിയെടുക്കാൻ ശ്രമിച്ചപ്പോൾ മഹാവിഷ്ണു മോഹിനിയായി അവതരിച്ച് അസുരന്മാരിൽ നിന്നും അമൃത് വീണ്ടെടുക്കുകയും ചെയ്തു. ഇതിൽ കുപിതനായ അസുരന്മാരുടെ ഗുരു ശുക്രാചാര്യർ മഹാവിഷ്ണുവിനെ ശപിക്കുകയും മഹാവിഷ്ണുവിന് ആലസ്യം സംഭവിക്കുകയും ചെയ്തു. ജ്യോതിഷശാസ്ത്രത്തിൻ്റെ കുലപതി ശ്രീ സുബ്രഹ്മണ്യൻ്റെ നിർദ്ദേശപ്രകാരം മഹാവിഷ്ണുവിനേറ്റ ആലസ്യം മാറ്റുന്നതിനായി ആദ്യമായി പള്ളിപ്പാന എന്ന ചടങ്ങ് നടന്നു എന്നാണ് വിശ്വാസം. ശ്രീ പരമേശ്വരൻ വേലനായും ശ്രീ പാർവതി വേലത്തിയായും അവതരിച്ച് പാലാഴി ഗോപുരത്തിൻ്റെ മുന്നിലെത്തി തുടികൊട്ടി പാടി മഹാവിഷ്ണുവിൻ്റെ ആലസ്യം അകറ്റിയത്രേ. സാക്ഷാൽ ശ്രീ പരമേശ്വരൻ മഹാവിഷ്ണുവിൻ്റെ ദോഷങ്ങൾ തീർക്കാൻ വേണ്ടി നടത്തിയ 18 കർമ്മങ്ങളാണ് 15 ദിവസങ്ങളിലായി അമ്പലപ്പുഴ ക്ഷേത്രസന്നിധിയിൽ നടന്നത്. പള്ളിപ്പാനയെക്കുറിച്ച് യജ്ഞാചാര്യൻ വേലമ്പറമ്പിൽ ശ്രീ വി കെ കൃഷ്ണൻ. ചടങ്ങുകൾ ആദ്യത്തെ ദിവസം ഭഗവാനെ എഴുന്നള്ളിച്ചിരുത്തി ഭഗവാനെ കാപ്പ് കെട്ടി, രണ്ടാമത്തെ ദിവസം 3-ാമത്തെ ദിവസം ഇടുവണവലി, ചുറ്റ ഭീഷ്മരുടെ രൂപം മണ്ണുകൊണ്ടുണ്ടാക്കി കുഴി പിടിച്ചിട്ട് കോഴിയെ കുഴിക്കകത്തിട്ട് അതിൻ്റെ പുറത്ത് ഭീഷ്മരുടെ രൂപം പലകയിൽ മണ്ണുകൊണ്ടുണ്ടാക്കി വെച്ചിട്ട് ഇടുവണവലി 3-ാമത്തെ ദിവസം നടക്കും. പിന്നെ കുഴിവലി, പട്ടടവലി, നിണവലി, ദിക്കുവലി, പഞ്ചഭൂതവലി, പിന്നെ തട്ടുവലി, ചെറിയ കൊമ്പുവലി, വലിയ കൊമ്പുവലി, ആഴ്വലി, പിന്നെ കുമ്പയുടെ ഓരോരോ ദിവസത്തെ ക്രിയകൾ ഇതിൽ നടന്ന ഒളിയിൽ കുമ്പയിൽ നിറങ്ങി പുറംകളത്തിലെ ഗുരുതി കൊണ്ട് സമാപനമാകും. പള്ളിപ്പാനയെക്കുറിച്ച് ക്ഷേത്ര കോയ്മസ്ഥാനി വലിയ മഠത്തിൽ ശ്രീ വി ജെ ശ്രീകുമാർ. 12 വർഷം കൂടുമ്പോൾ അമ്പലപ്പുഴ മഹാക്ഷേത്രം നടക്കുന്ന പള്ളിപ്പാന ഈ വർഷം ഫെബ്രുവരി 22 മുതൽ മാർച്ച് മാസം 8 വരെ വളരെ ഭംഗിയായി നടക്കുവാൻ ഭഗവാന്റെ സഹായമുണ്ടായി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ കേരളത്തിൽ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ മാത്രമാണ് വിഷ്ണു സന്നിധിയിൽ പള്ളിപ്പാന നടക്കുന്ന ചരിത്രം. മഹാവിഷ്ണുവിനുണ്ടായ ആലസ്യം മാറ്റുന്നതിന് വേണ്ടി ആദ്യമായി പള്ളിപ്പാന നടത്തിയത് ശ്രീ പരമശിവൻ വേലനായി അവതരിച്ചു, ശ്രീ പാർവതി വേലത്തിയായി അവതരിച്ചു എന്നാണ് ഐതിഹ്യം. അന്ന് 15 ദിവസങ്ങളിലായി 18 മഹത് കർമ്മങ്ങളാണ് പള്ളിപ്പാനയിൽ ഉൾപ്പെടുത്തിയിരുന്നത്. അമ്പലപ്പുഴയിൽ വിഷ്ണു സന്നിധിയിൽ നടക്കുന്ന പള്ളിപ്പാനയിലും ആദ്യ പള്ളിപ്പാനയിൽ ഉൾപ്പെടുത്തിയിരുന്ന എല്ലാ ചടങ്ങുകളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മംഗളകരമായി പര്യവസാനിച്ചത്. ഒരുപക്ഷെ കേരളത്തിലെ മറ്റ് അപൂർവം ചില ക്ഷേത്രങ്ങളിൽ പള്ളിപ്പാനകൾ നടക്കാറുണ്ടെങ്കിലും ആചാരപരമായി ഒട്ടേറെ
പ്രത്യേകതയുള്ള പള്ളിപ്പാനയായിരുന്നു അമ്പലപ്പുഴയിൽ 15 ദിവസങ്ങളിൽ നടന്നത്. ഏതാണ്ട് 348 വർഷം പഴക്കമുള്ള പള്ളിപ്പാന ചടങ്ങുകളാണ് അമ്പലപ്പുഴയിൽ ഇന്നും ആചാര അനുഷ്ഠാനങ്ങളോടുകൂടി തന്നെ കൊണ്ടാടുന്നത്. പള്ളിപ്പാനയെക്കുറിച്ച് കവിയും ചിന്തകനും വാഗ്മിയുമായ ഡോക്ടർ അമ്പലപ്പുഴ ഗോപകുമാർ. ഒരു ജനപദത്തിൻ്റെ ആധ്യാത്മിക സാംസ്കാരിക ചരിത്ര നിക്ഷേപങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന സവിശേഷമായ ഒരു കർമ്മമാണ് പള്ളിപ്പാന. തിരുനടയിൽ അല്ലെങ്കിൽ ക്ഷേത്ര സന്നിധാനത്തിൽ പാടുന്ന പാട്ട് എന്നാണ് പള്ളിപ്പാനയുടെ ലളിതമായ അർത്ഥമെങ്കിലും ഒരു അനുഷ്ഠാനം എന്നതുപോലെയാണ് യഥാർത്ഥത്തിൽ ഇത് നടത്തി വരുന്നത്. ഇത് നടത്തുവാനുള്ള അവകാശം ഒരു പ്രത്യേക സമുദായത്തിന്, കേരളത്തിലെ അടിസ്ഥാന വർഗത്തിൽപ്പെടുന്ന വേലൻ സമുദായത്തിനാണ് കൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഓരോ 12 വർഷം കൂടുമ്പോഴാണ് പള്ളിപ്പാന നടന്നു വരുന്നത്. ഇവിടുത്തെ ഓരോ ആചാരങ്ങൾക്കും പ്രത്യേകമായ രീതികളുണ്ട്. എല്ലാ വർഷവും മകരം 1 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ 12 കളഭവും 12 കളഭം കൂടുമ്പോൾ പള്ളിപ്പാനയും 12 പള്ളിപ്പാനകൾ കൂടുമ്പോൾ വിജയബലിയും നടന്നു വരും. കാപ്പുകെട്ട് ദിവസം രാവിലെ ക്ഷേത്രത്തിലെ സ്ഥാനീയ ആശാരി വെട്ടിയതിനകം ആശാരിമാരുടെ നേതൃത്വത്തിൽ ദേവസ്വം അധികാരികളുടെയും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുടെയും കോയ്മസ്ഥാനിയുടെയും സാന്നിധ്യത്തിൽ പള്ളിപ്പാന പന്തലിൽ തേങ്ങ മുറിച്ച് പള്ളിപ്പാന ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. തുടർന്ന് അമ്പനാട്ട് ഉണ്ണിരവി പണിക്കരുടെ നേതൃത്വത്തിൽ പള്ളിപ്പാന ചടങ്ങുകൾ നടത്തുന്നതിന് എത്തിച്ചേർന്ന വേലന്മാരെയും കൂത്താടികളെയും പുറന്നാടികളെയും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ച് ഓരോരുത്തർക്കും വേണ്ടി താൽക്കാലികമായി നിർമ്മിച്ച കുടിലുകളിൽ എത്തിച്ചു. ഉത്സവ ദിവസങ്ങളിലും പ്രതിഷ്ഠാ സ്മാരക കലശത്തിനും ക്ഷേത്രത്തിലെ കോയ്മസ്ഥാനി അധികാരചിഹ്നമായി ഉപയോഗിക്കുന്ന സ്വർണം കെട്ടിയ ചൂരൽ വടിയിലേക്ക് ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മദത്തൻ നമ്പൂതിരി ദേവചൈതന്യം ആവാഹിച്ചു. കുത്തുവിളക്കിൻ്റെയും പഞ്ചവാദ്യത്തിൻ്റെയും വായ്ക്കുരവകളുടെയും അകമ്പടിയോടെ കോയ്മവടി പള്ളിക്കൊട്ടിലേക്ക് എഴുന്നള്ളിച്ചു. വാളും പരിചയവുമായി കോയ്മസ്ഥാനി കോയ്മവടിക്ക് അകമ്പടി സേവിച്ചു. സ്വർണ്ണപ്പണിക്കാരിൽ പ്രധാനിയായ കഞ്ഞിനിലം രാധാകൃഷ്ണൻ പണിതു നൽകിയ 5 സ്വർണ്ണക്കാപ്പുകളും ഒരു വെള്ളിക്കാപ്പും വേലന്മാർ ജപിച്ച് കോയ്മസ്ഥാനി ശ്രീകുമാർ വലിയ മഠത്തിന് കൈമാറുകയും അമ്പലപ്പുഴ, കോയിക്കരി, നട്ടാശ്ശേരി, ഏറാമുണ്ട,
ചെമ്പകശ്ശേരി, കുന്നങ്കരി എന്നീ ക്രമത്തിൽ കാപ്പുകൾ മേൽശാന്തിയുടെ കയ്യിൽ കൊടുക്കുകയും മേൽശാന്തി ബ്രഹ്മദത്തൻ നമ്പൂതിരി വെറ്റിലയോട് ചേർത്ത് കാപ്പുകൾ കോയ്മവടിയിൽ കിട്ടിയപ്പോൾ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമിയുടെ തൃപ്പാദങ്ങളിൽ സമാരംഭിച്ച പള്ളിപ്പാനയ്ക്ക് പ്രൗഢോജ്വലമായ തുടക്കമായി. മേൽശാന്തി അരത്തം പൂജിച്ച് കാപ്പുകൾ കെട്ടിയ കോയ്മവടിയെ പിണിയാളനായി സങ്കൽപ്പിച്ച് ആരതി ഒഴിഞ്ഞതിന് ശേഷം നെല്ലും അരിയും ജപിച്ച് കൂത്താടികളുടെ ശിരസിലിട്ടതോടെ വേലന്മാർക്ക് ഓത്തിനുള്ള അനുവാദമായി. ഈ സമയം കൃഷ്ണപ്പരുന്ത് ആകാശത്ത് വട്ടമിട്ട് പറന്നത് ഭക്തജനങ്ങൾക്ക് അമ്പരപ്പിക്കുന്ന കാഴ്ചകളായി. മഹാഭാരതം കഥയാണ്. 15 ദിവസങ്ങളിലായി വേലന്മാർ പറകൊട്ടി പാടി ഓതിയത്. ശിവസ്തുതിയോടുകൂടിയാണ് വേലന്മാർ പറകൊട്ടി ഓത്തു തുടങ്ങിയത്. ായ